ആയില്യം നക്ഷത്രം. ആയില്യം നക്ഷത്രക്കാർക്ക് മനസ്സിൽ വലിയൊരു ആന്തരിക ജീവിതമുണ്ട്. അവർ പുറമെ കൂളായിരിക്കും, പക്ഷെ അവർ മനസ്സിൽ സൂക്ഷ്മമായിട്ടുള്ള ഒരു ജീവിതവും സ്വപ്നങ്ങളും അവർക്കുണ്ട്. ചിലപ്പോൾ ഏറെ സംശയിക്കുകയും ഉടനെ പ്രതികരിക്കുകയും ഇവർ ചെയ്യാറുമുണ്ട്. ഇവരുടെ ചിന്തന രീതി പൊതുവെ വ്യക്തിപരമായിട്ടുള്ള അനുഭവവും വിശ്വാസവും തമ്മിൽ ഒരു ആലോചനയായിരിക്കും. അതിലൂടെ മാത്രമേ ഇവർ മുന്നോട്ട് പോവുകയുമുള്ളൂ. പല കാര്യങ്ങളും അവർക്കുള്ളത് ശരിയായിട്ടേ തോന്നാറുള്ളൂ. അതുകൊണ്ട് മറ്റുള്ളവരുടെ തീരുമാനം ഇവർ പലപ്പോഴും കേട്ടാൽ ഇവർക്ക് തോൽവി സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇവർ മറ്റുള്ളവരുടെ അഭിപ്രായം സ്വീകരിക്കുന്നത് വളരെ കുറവായിരിക്കും. ഇവരുടെ ഭാവി രഹസ്യാത്മകത, ചിത്രം വരയൽ, ആൾക്കൂട്ട മനഃശാസ്ത്രം, സംഗീതം, ആനിമേഷൻ എന്നിവയിലെല്ലാം കൂടുതൽ തിളങ്ങാൻ കഴിയും. പലപ്പോഴും സംശയിക്കാത്ത പ്രത്യക്ഷമായ രീതിയിൽ നിലനിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേ തീരൂ. വിവാഹ പൊരുത്ത പ്രകാരം ഇവർക്ക് ബന്ധം ചേരാവുന്ന നക്ഷത്രങ്ങൾ തൃക്കേട്ട, അനിഴം, രേവതി. കാരണം ബന്ധത്തിൽ താളം ഉറപ്പാക്കാൻ കഴിയുന്നവരെയാണ് ഇവർക്ക് കൂടുതൽ പൊരുത്തമായിട്ടിരിക്കാൻ കഴിയുക. ആയില്യം നക്ഷത്രക്കാർ കൂടുതലും ആകർഷിക്കപ്പെടുന്നത് അവരെ മനസ്സിലാക്കുന്നവരും, അതായത് അവരുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും മാനസികാവസ്ഥയും മനസ്സിലാക്കുന്നവരെയാണ്. ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല, ഞാനൊരു പേഴ്സണലി ഒരു സൈക്കോളജിസ്റ്റാണ്. സൈക്കോളജിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒരു ബന്ധമുണ്ട് എന്നുള്ള പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. എന്താ വെച്ചാൽ ആസ്ട്രോയിൽ ഇന്ന നക്ഷത്രക്കാർ ഇന്ന സ്വഭാവമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് പേരെടുത്ത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം 10 പേരിൽ 8 പേരും അത് ശരിയായിട്ട് തന്നെ വന്നു. അപ്പോൾ ഈ സ്വഭാവക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവരുടെ ഭാവി ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരു അസംഷനിൽ ഞാൻ എത്തി. ഇന്ന സ്വഭാവക്കാർക്ക് ഇന്ന നാടുകാർ മാത്രമേ ചേരുള്ളൂ എന്നത് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയാണ് ഞാനിത് പറയുന്നത്. ഇത് ഞാൻ പറയണ പോലെ ആയിരിക്കില്ല ബാക്കി പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് പറയുന്നത്.